അവർ മനഃപൂർവ്വം വന്ന് തട്ടിയതാണ്. കാരണം വണ്ടീൻ്റെ നമ്മളെ ഡീസൽ ടാങ്കിൻ്റെ ഭാഗത്ത് വന്ന് വണ്ടി തട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി തട്ടി നിർത്തിയതിന് ഉടനെ വണ്ടി മുന്നോട്ട് വന്നിട്ട് കയറി തട്ടി. ഡ്രൈവർ സീറ്റിൻ്റെ അവിടെ നിന്ന് എന്നെ കൊല്ലാവുന്നുള്ള രീതിയിലുള്ള തട്ടലായിരുന്നു ആ വണ്ടിക്ക് ഉണ്ടായിരുന്നത്. അത് ഫുള്ള് പൊളിച്ച് ആ വണ്ടി ഫുള്ള് തട്ടി. മുന്നിൽ അതേ സംഭവം നടക്കുന്ന സമയത്ത് ട്രാഫിക്കിൽ സാറുണ്ടായിരുന്നു ഫ്രണ്ടിൽ. സാറിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് സാറ് വണ്ടി സൈഡാക്കി ഒതുക്കാൻ പറഞ്ഞിട്ട് അവർ ഒതുക്കിയിട്ട് അതേപോലെ പിന്നെ അവരെ വണ്ടിയിലെ കണ്ടക്ടറെയും ക്ലീനറെയും വണ്ടി കയറ്റിയിട്ട് അവർ ട്രിപ്പ് എടുത്ത് പോവുമായിരുന്നു. അതിനുശേഷം അവർ ട്രിപ്പ് എടുത്ത് ഓടുക തന്നെയായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഇവിടെ വന്ന് ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം ഇവിടുന്ന് സാറ് വിളിപ്പിച്ചിട്ടും അവരെ വണ്ടി വന്നിട്ടില്ല. വൈകിട്ട് രാവിലെ 10:30 കംപ്ലയിൻറ്റ് കൊടുത്ത് സാറ് വിളിപ്പിച്ചതിന് ശേഷം വൈകുന്നേരം 4 മണിയോട് കൂടിയാണ് ആ വണ്ടി ഇവിടെ കൊണ്ടുവന്നിടുന്നത്. പക്ഷേ വണ്ടി തട്ടിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഡ്രൈവറല്ല അതിന് ശേഷം ഉണ്ടായിരുന്നത്. ആ ഡ്രൈവർ പോയി മറ്റൊരു വണ്ടിയിൽ പോയി ഡ്യൂട്ടി എടുത്തിട്ട് വേറെ ഒരു ഡ്രൈവറാണ് വന്ന് വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടതും സ്റ്റേഷനിൽ കംപ്ലയിൻറ്റിൽ വന്ന് പറഞ്ഞതുമെല്ലാം. ആ സമയത്ത് തട്ടിച്ച സമയത്ത് തന്നെ ആ വണ്ടിയിൽ നിന്ന് ആ ഡ്രൈവറാണോ കണ്ടക്ടറാണോ എന്നറിയില്ല, ആരോ ഒരാൾ ആ വണ്ടിയിൽ നിന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ വണ്ടി കൊടുത്ത് ഒഴിവാക്കിയായിരുന്നു. അതും പറഞ്ഞിട്ട് അവരെ നിർത്തി. സാറിൻ്റെ മുന്നിൽ നിന്ന് സാറ് നിർത്താൻ പറഞ്ഞിട്ട് ആ ട്രാഫിക് സാറിൻ്റെ വാക്കിന് വില കൊടുക്കാതെയാണ് അവർ ആ ട്രിപ്പ് എടുത്ത് പോകുന്നത്. തട്ടിയ ശേഷം ഈ ബസ് അവിടുന്ന് ട്രിപ്പ് എടുത്ത് ആളെ കയറ്റി ട്രിപ്പ് എടുത്ത് പോവുകയായിരുന്നു. ഈ സമയത്ത് മറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, വേറെ ഒന്നും അവർ പറഞ്ഞില്ല. അവർ ഇങ്ങനെ ഒരു സംസാരം വണ്ടി നിർത്തി തട്ടിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അവരിങ്ങനെ പറഞ്ഞായിരുന്നു വണ്ടി കഴിയില്ലെങ്കിൽ കൊടുത്ത് ഒഴിവാക്കി കൂടെ എന്നൊരു പറച്ചിൽ പറഞ്ഞായിരുന്നു. പാസഞ്ചേഴ്സ് മുഴുവൻ ഇതെന്താ പറ്റിയത്, ഞങ്ങളെ വണ്ടിയിലുള്ള പാസഞ്ചർ അവരെന്താ ചെയ്യുന്നതെന്ന് ഞങ്ങളോട് ചോദിക്കുകയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല. കാരണം സമയത്തിനെ തൊന്നുള്ളൊരു പരാതിയല്ല ഇത്. കാരണം സമയത്തിന് കരുതി ഇങ്ങനെ ഒരു പ്രശ്നം ഇപ്പം കുറേ കാലമായിട്ട് ഇല്ലാത്തൊരു സംഭവമാണ്. പെട്ടെന്ന് ഞങ്ങളെ സമയം നേരം വൈകിട്ടില്ല, റോങ് സൈഡല്ല, ഒന്നുമല്ല. അവർ റോങ് സൈഡിലും കയറിയിട്ടാണ് മാനാഞ്ചറിൽ നിന്ന് വെച്ചിട്ടാണ് സംഭവം.